നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ നെടുംതൂണായി കണക്കാക്കപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു മരണത്തിന് കീഴടങ്ങിയ ദാരുണമായ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലെ ഭരണപരമായ കെടുകാര്യസ്ഥതയും ജീവനക്കാരുടെ മനുഷ്യത്വമില്ലായ്മയും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്. നെഞ്ചുവേദനയെ തുടർന്ന് പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ജില്ലാ ആശുപത്രിയിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിനായി വേണുവിനെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സ്ഥാപനത്തിൽ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. ഹൃദയ സംബന്ധമായ ഗുരുതരമായ പ്രശ്നം സ്ഥിരീകരിക്കപ്പെട്ടിട്ടും 6 ദിവസത്തോളം അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കേണ്ടി വന്നതാണ് വേണുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും ചികിത്സ മനഃപൂർവ്വം നിഷേധിക്കപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അതിശക്തമായി ആരോപിക്കുന്നു. ഈ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലാണ് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നത്. താൻ അനുഭവിച്ച കടുത്ത ദുരിതവും അവഗണനയും അതിൽ അദ്ദേഹം വ്യക്തമായി തുറന്നു കാട്ടുന്നു. അൻവർ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. എന്തു അൻവർ സാത്തെ, ഞാൻ കറക്റ്റായിട്ട് അടിപിന്നകത്ത് വന്ന് വീണുപോയി, അത്രയേ ഉള്ളൂ. അടിപിന്നകത്ത് ഞാൻ വന്ന് വീണുപോയി. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാത്തിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ആശുപത്രിയിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം മിണ്ടില്ല. നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ തിരിഞ്ഞു നോക്കില്ല, മറുപടി പറയില്ല. ഇതൊരു കൈക്കൂലിയുടെ കേന്ദ്രമാണെന്നും വേണുവിന്റെ വാക്കുകൾ അത് അക്ഷരാർത്ഥത്തിൽ അധികാരികളെ പോലും ഞെട്ടിക്കുന്നതാണ്. എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാനെത്തി 5 ദിവസമായിട്ടും തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും റൗണ്ട്സിനെത്തിയ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത മട്ടിലായിരുന്നു പ്രതികരണമെന്നും അദ്ദേഹം പറയുന്നു. സാധാരണക്കാരുടെ ഏക ആശ്രയമായ സർക്കാർ മെഡിക്കൽ കോളേജുകൾ രോഗികളുടെ ശാപം പേർന്ന പറുദീസയാണെന്നും തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ സത്യങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിക്കണമെന്നും അദ്ദേഹം
സുഹൃത്തിനോട് അങ്ങേയറ്റം വേദനയോടെ അപേക്ഷിക്കുന്നുണ്ട്. ഈ സന്ദേശം അയച്ച് അധികം വൈകാതെ ഇന്നലെ രാത്രി ഹൃദയസ്തംഭനത്തെ തുടർന്ന് വേണു മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന് സമയബന്ധിതമായി ലഭിക്കേണ്ട ജീവൻ രക്ഷാ ചികിത്സ നിഷേധിക്കപ്പെട്ടതാണ് ഈ ദാരുണമായ അന്ത്യത്തിന് കാരണമെന്ന നിലപാടിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും അതുപോലെ വേണുവിന്റെ ബന്ധുക്കളും. വേണുവിന്റെ മരണത്തെ നമുക്ക് ഒരിക്കലും ഒരൊറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനേ കഴിയില്ല. കാരണം സമാനമായ നിരവധി ആരോപണങ്ങളും ചികിത്സാ നിഷേധങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ ഞെട്ടിച്ച ഏറ്റവും ദയനീയമായ സംഭവമായിരുന്നു 2020 സെപ്റ്റംബറിൽ കോവിഡ് ചികിത്സയിലിരിക്കെ വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാർ എന്ന രോഗിയുടെ ശരീരത്തിൽ പുഴുവരിച്ച വിഷയം. കോവിഡ് പ്രോട്ടോകോൾ കാരണം ബന്ധുക്കൾക്ക് കാണാൻ കഴിയാതിരുന്ന അദ്ദേഹത്തെ പരിചരിക്കേണ്ട സ്റ്റാഫുകൾ പൂർണ്ണമായും അവഗണിച്ചതിനെ തുടർന്ന് മലമൂത്ര വിസർജനം ചെയ്ത അവസ്ഥയിൽ കിടന്നതിനാലാണ് തലയുടെ പിൻഭാഗത്തെ മുറിവുകളിലും ബെഡ് സോറുകളിലും പുഴുക്കൾ നിറഞ്ഞത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് ഈ ഭയാനകമായ വിവരം പുറംലോകം അറിഞ്ഞതും. വിഷയം വിവാദമായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചില ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ആശുപത്രിയിൽ വെച്ചുണ്ടായ മുറിവുകളാലും കടുത്ത വേദനയായാലും ബുദ്ധിമുട്ട് അനുഭവിച്ച അനിൽകുമാർ 11 മാസത്തോളം ദുരിത ജീവിതം നയിച്ച ശേഷം 2021 ഓഗസ്റ്റിൽ സ്വന്തം വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. കൂട്ടിരിപ്പുകാരില്ലാത്ത കണ്ണൂർ സ്വദേശിയായ ശ്രീഹരി ചികിത്സ കിട്ടാതെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ തറയിൽ കിടന്ന് മരിച്ച സംഭവവും മുക്കുപണ്ടം മൂലമുണ്ടായ അലർജിക്ക് ചികിത്സ തേടിയെത്തിയ വിദ്യാർത്ഥിനി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചികിത്സാ നിഷേധത്തിന്റെ പേരിൽ ഈ സ്ഥാപനം നിരന്തരം പഴികേട്ടിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗികൾ നിലത്തിരിക്കേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ, ലിഫ്റ്റുകൾ തകരാറിലാകുന്നു, ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ, മതിയായ സൗകര്യങ്ങളില്ലാത്ത വൃത്തിഹീനമായ ശുചിമുറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളും ഇവിടെ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓരോ ആൾക്കാരും അത് നേരിൽ കണ്ടറിയുന്നു, അനുഭവിക്കുന്നു. ഇതിനിടെ ആശുപത്രിയിലെ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചും ഭരണപരമായ വീഴ്ചകളെക്കുറിച്ചും യൂറോളജി വിഭാഗം ഡോക്ടർമാർ നടത്തിയ പരസ്യ വെളിപ്പെടുത്തലുകൾ, പ്രത്യേകിച്ചും അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണം ഉൾപ്പെടെയുള്ള അവശ്യ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമല്ലെന്ന് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചതും വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. ഉപകരണങ്ങളുടെ അഭാവം മൂലം നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങുകയും രോഗികളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ സിസ്റ്റത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസിനെതിരായാണ് ആശുപത്രി അധികൃതരും ആരോഗ്യവകുപ്പും പകപോക്കൽ നടപടികൾ സ്വീകരിച്ചത്. അച്ചടക്ക ലംഘനം ആരോപിച്ച് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ആഭ്യന്തര വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി രോഗികളിൽ നിന്ന് 4000 മുതൽ 6000 രൂപ വരെ പിരിച്ചെടുത്തതായും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതും ആശുപത്രിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്തു. ഈ വിവാദങ്ങളെ തുടർന്ന് സൂപ്രണ്ട് പദവിയിൽ നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ BS സുനിൽകുമാർ പ്രിൻസിപ്പലിന് കത്ത് നൽകുകയുണ്ടായി. കൂടാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കർശനമായി വിലക്കിക്കൊണ്ട് പ്രിൻസിപ്പൽ ഉത്തരവിറക്കുകയും അവയവദാന രംഗത്തെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ മറ്റൊരു ഡോക്ടർക്ക് മെമ്മോ നൽകിയതും ആശുപത്രി ഭരണത്തിലെ വീഴ്ചകൾ മൂടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിലേക്ക് പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കവർ ചെയ്യാനായി ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകവേ മനുഷ്യനെ ഇങ്ങനെയിട്ട് അങ്ങ് കഷ്ടപ്പെടുത്തുക, അവിടെ ചെല്ലുമ്പോൾ പറയും ഇവിടെ ചെല്ലാൻ എന്നൊക്കെ സ്വന്തമായി സങ്കടം പറഞ്ഞു പോകുന്ന ഒരമ്മയെ കാണാനിടയായി. ഇത് എൻ്റെയും ആദ്യത്തെ കാഴ്ചയോ അനുഭവമോ അല്ല. പലപ്പോഴും സ്വന്തമായി ചികിത്സ തേടിയിട്ടുള്ളപ്പോഴും കൂട്ടുകാർക്കൊപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളപ്പോഴും ഇത്തരത്തിലുള്ള പരാതിയുമായി നടന്നു പോകുന്ന നിരവധി പേരെ നേരിൽ കണ്ടിട്ടുണ്ട്. പലരോടും ആശുപത്രി സ്റ്റാഫുകളടക്കം പെരുമാറുന്ന രീതി കാണുമ്പോൾ അതിയായ അമർഷവും ദുഃഖവും തോന്നിയിട്ടുണ്ട്. പലപ്പോഴുമെല്ലാം അതെല്ലാം ചോദ്യം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഇത്രയധികം വിമർശനങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വേണുവിന് അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മരണം സംഭവിച്ചത്. ആശുപത്രി അധികൃതർ ഈ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്നും സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്നും രോഗിയുടെ ആരോഗ്യനില ആദ്യം തൃപ്തികരമായിരുന്നുവെങ്കിലും പിന്നീട് പെട്ടെന്ന് സ്ഥിതി വഷളായി എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വേണുവിന്റെ ശബ്ദ സന്ദേശം സൂചിപ്പിക്കുന്നത് ജീവനക്കാരുടെ നിസ്സംഗതയും കടുത്ത അനാസ്ഥയും കാരണമാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള കാര്യമാണ്. സാധാരണക്കാരായ രോഗികളെ മനുഷ്യരെന്ന പരിഗണന പോലും നൽകാതെ അവഗണിക്കുന്ന ജീവനക്കാരുടെ മനോഭാവവും ഭരണപരമായിട്ടുള്ള പിടിപ്പുകേടും
ഉപകരണങ്ങൾ പോലുമില്ലാത്ത അവസ്ഥയും തുറന്നു പറഞ്ഞ ഡോക്ടർമാർക്കെതിരെ പ്രതികാര നടപടിയെടുത്തതും ചേർന്ന് ഈ സ്ഥാപനത്തെ ഒരു ജനകീയ ആശുപത്രി എന്നതിലുപരി വേണു പറഞ്ഞതുപോലെ ദുരിതങ്ങളുടെ കേന്ദ്രമായി മാറ്റിക്കഴിഞ്ഞു. അതിനാൽ വേണുവിന്റെ മരണം, അനിൽകുമാറിന്റെ ദാരുണമായ അന്ത്യം, ഡോക്ടർമാരുടെ വെളിപ്പെടുത്തലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രവും നിഷ്പക്ഷവുമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് പൊതുജനാരോഗ്യത്തെ, ആ രംഗത്തെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ്.